ഹായ്. 37 വർഷമായിട്ട് സിനിമയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ് തെസ്നി ഖാൻ. അപ്പോൾ തെസ്നി ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ സിനിമയിൽ ഇത്രയും നാൾ അവർ നിന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ അനിയത്തി, ചേച്ചി, അങ്ങനത്തെ വേഷങ്ങൾ മാത്രമാണ് തെസ്നി ഖാൻ എന്നൊരു വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന പോക്കിരി രാജ, ട്രിവാൻഡ്രം ലോഡ്ജ്, കാര്യസ്ഥൻ, അങ്ങനെ ഒത്തിരി വിരലെണ്ണാവുന്ന പടങ്ങൾ, ഇപ്പോൾ ഇറങ്ങിയ ചത്ത പച്ച, അതിലൊക്കെയാണ് അവർക്കൊരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ അവർ പറയുന്നത് എനിക്ക് കേട്ടപ്പോൾ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, ഒരു സ്ക്രിപ്റ്റ് പോലും അല്ലെങ്കിൽ ആ സിനിമയ്ക്കുള്ളിൽ എന്താണെന്ന് പോലും കഥയൊക്കെ കേൾക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവരറിയുന്നത്. പണ്ടൊക്കെ വേഷം ഏതാണ് അത് മാത്രം പറയും, അല്ലാതെ സിനിമയെ പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പറയുന്ന ക്യാരക്ടർ വന്ന് അഭിനയിക്കുക, പോവുക, അതായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ റോളുകൾ കിട്ടുമ്പോഴാണ് സിനിമ ഇതാണ് അല്ലെങ്കിൽ അതിൻ്റെ വേഷം ഇങ്ങനെയാണ് എന്ന രീതിക്ക് അതിൻ്റെ കഥ മൊത്തം അവർ അറിയുന്നത്. അപ്പോൾ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ ചെറുപ്പത്തിലേ വന്നതാണ്, അപ്പോൾ ഇത്രയും നാൾ അഭിനയിച്ചിട്ടുള്ളതിൽ വെച്ച് ഒരു നായിക നടിയാവാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലെനിക്ക് വിഷമമില്ല എന്നാണ് പറഞ്ഞത്. കാരണം തൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ തൻ്റെ ആകാരവടിവ് എങ്ങനെയാണെന്നറിയാം. ഒരു സിനിമയെന്ന് പറയുമ്പോൾ, ഒരു സിനിമാ നടിയെന്ന് പറയുമ്പോൾ അവർ നല്ല ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, പണ്ടുകാലത്ത് ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല, സിനിമാ നടികൾ മാത്രമേ, നായികകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുന്നവർ മാത്രമേ സിനിമാ നടിയാവൂ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ടൊക്കെ. അങ്ങനെയാണല്ലോ, കാരണം ഭംഗിയാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം, കഴിവുണ്ടായിരുന്നാൽ മതി. പക്ഷെ അന്നൊക്കെയും കഴിവുകൾ ഉണ്ടായിരുന്നോ ഉള്ള കാര്യം അറിയത്തില്ല. കാരണം അന്ന് അവർക്ക് അഭിനയിക്കാൻ കിട്ടിയിരുന്നത് നായികയുടെ ബാക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരി വേഷം, അതിൻ്റെ ബാക്കിൽ നിന്ന്, അതിൻ്റെ സഹോദരൻ്റെ അഭിനയിക്കുന്ന ആളുടെ ബാക്കിൽ നിന്ന് എന്തെങ്കിലും രണ്ട് ഡയലോഗ് പറയുക, അതായിരുന്നു ചെയ്തിരുന്നത്. അവർക്ക് അഭിനയിക്കാനായിട്ടുള്ളൊരു സ്പേസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മാറി ഇപ്പോഴാണ് അവർക്ക് ആ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അഭിനയിക്കാൻ കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ അതുപോലും തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് വന്നിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും വർഷ എക്സ്പീരിയൻസിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നല്ല ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളൊക്കെയും തുറന്ന് പറയുന്നുണ്ട്. സലിംകുമാർ വേർപിരിഞ്ഞപ്പോഴുണ്ടായ വിഷമമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ആക്ട്രസ്സാണ്. അവർ മലയാള സിനിമയിൽ പെടുത്തിയില്ല എന്ന് പലരും കമൻറ്റുകളിലൂടെ പറയുന്നു. അങ്ങനെ ഒരു വാക്ക് പറയരുതെന്നാണ് പറയുന്നത്. കാരണം എനിക്കായിട്ട് വന്ന വേഷങ്ങൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മലയാള സിനിമയാണ് എൻ്റെ ചോറ്, മലയാള സിനിമയാണ് എന്നെ ഇത്രയും വളർത്തിയത്, തെസ്നി ഖാൻ എന്ന വ്യക്തിയെ വളർത്തിയത്. അവരൊരുപാട് സ്റ്റേജ് ഷോകളും അല്ലെങ്കിൽ ടെലിവിഷൻ പരിപാടികളിൽ ഒരുപാട് അവർ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്ക പറഞ്ഞു കൊടുത്ത ഒരു ഇത് വെച്ചിട്ടാണ് അവർ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറഞ്ഞിരുന്നത്. അഭിനയിക്കുന്നു, അതിൻ്റെ കാശ് വാങ്ങുന്നു, പോകുന്നു, അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. ഒരു സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. അപ്പം മമ്മൂക്ക പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഒരു വീട് തന്നെ അവർക്ക് സ്വന്തമായി എന്ന് പറയാനായിട്ട് ഫ്ലാറ്റ് വാങ്ങിയത് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ദ്രോഹിക്കാതെ സിനിമയിൽ അഭിനയിക്കണം. എല്ലാ ഫീൽഡിലും മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ട്. പക്ഷേ സിനിമയെന്ന് പറയുന്നത് സേഫാണെന്നാണ് തെസ്നി ഖാൻ പറയുന്നത്. ഇത്രയും ക്യാമറയുടെ മുന്നിലാണ് ഒരാൾ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് സീൻ അഭിനയിക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ചാണ് ചെയ്യുന്നത്. ഒരിടത്ത് ഒരു നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും നമ്മുടെ ദേഹത്ത് പോലും തൊടില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു തരത്തിലൊരു പ്രകോപനം കൊടുക്കാതെ ആരും നമ്മുടെ മെക്കിട്ട് കയറില്ല എന്നാണ് തെസ്നി ഖാൻ പറയുന്നത്. ഒരു സിനിമയുടെ ഇൻഡസ്ട്രി ഇത്രയധികം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ AMMA എന്ന് പറയുന്ന അമ്മ താര സംഘടനയിൽ പറ്റി ആ വിഷയവും ഇടയ്ക്ക് തെസ്നി ഖാൻ പറഞ്ഞു പോകുന്നുണ്ട്. അൻസിബ എന്ന വ്യക്തി
ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നില്ല, ആ സംഘടനയ്ക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നൊരു വാദം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ബാക്കിയെല്ലാ വിഷയങ്ങളും ഓക്കെയാണ്. പക്ഷേ ഇതൊന്ന് അതിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അതിനുള്ളിലേക്ക് മതിയായിരുന്നു എന്നുള്ള രീതിക്ക് അതിനെന്തോ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തു. ആരോ പറയിപ്പിക്കും പോലെ അതിനുള്ളിൽ മതിയായിരുന്നു എന്നൊരു ചിന്തകളും, അല്ലെങ്കിൽ അവർക്കിനി സിനിമയിൽ ആരെങ്കിലും ചാൻസ് കൊടുക്കുമോ, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, കേസ് വഴക്ക് വക്കാണങ്ങൾ, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അവരനുഭവിച്ചത് അവിടെ പറഞ്ഞിട്ട് പോലും ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അവർ നിയമപരമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾക്കൊരു മോശം അനുഭവം വന്നതുകൊണ്ട് മാത്രമായിരിക്കും, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ടിനി ടോമിനെ കുറിച്ച് അവർ പറയുന്നത്, ടിനി ടോമുമായിട്ട് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും സോൾവ് ചെയ്തു പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ AMMA സംഘടനയെ കുറച്ചൊന്ന് വെളുപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ വിഷയവും തസ്നീഖാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അവർ ഇനിയും ഒരുപാട് നിരവധി ചിത്രങ്ങളിൽ നല്ല നല്ല വേഷങ്ങളിൽ അവർ അഭിനയിക്കട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ അവരെ തേടിയെത്തട്ടെ. ഇനിയും ഒരുപാട് വേഷങ്ങൾ നിങ്ങളിലൂടെ അഭിനയിച്ച് ഞങ്ങളത് കാണാൻ സാധിക്കട്ടെ. അവർ പറയുന്നത് അവർക്കിനി വയസ്സായാൽ മതി, വയസ്സായി അഭിനയിക്കുമ്പോൾ എനിക്ക് ഫിലോമിന ചെയ്തതുപോലെ ക്യാരക്ടർ, അല്ലെങ്കിൽ KPSC ലളിത ചെയ്തതുപോലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടറുകൾ എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവരെ നയിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് വയസ്സായാൽ മതി. ഇങ്ങനെ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാ ആർട്ടിസ്റ്റുമാരും അയ്യോ ഇവിടെ ചുളിവ് വീണോ, പ്ലാസ്റ്റിക് സർജറി ചെയ്തോളെ, ഇവിടെ ഭംഗി പോയോ, അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ ആയിപ്പോയോ, അയ്യോ വെളുത്തിരിക്കുന്നു കറുത്തിരിക്കുന്നു, അയ്യോ ചുളിവ് വന്നു പാട് വന്നു, അങ്ങനെയൊക്കെ വേവലാതി കൊള്ളുന്ന ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോഴും ചെറുപ്പമായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് തസ്നീഖാൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എത്രയും പെട്ടെന്ന് എനിക്ക് വയസ്സായാൽ മതി, എനിക്ക് അവർ ചെയ്തതുപോലെ ക്യാരക്ടറുകൾ എനിക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ചത്ത പച്ച എന്ന സിനിമയും ഞാൻ കണ്ടിരുന്നു. അതിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു.